ഇപ്പം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈ മേയറാകാനുള്ള സാധ്യത കണക്കാക്കി അതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. ആ ചർച്ച നടന്നിട്ടില്ല. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സീനിയർ ആൾക്കാരൊക്കെ മത്സരിക്കണം. രാജേഷ് തിരുവനന്തപുരത്ത് ഏതെങ്കിലും വാർഡിൽ വീണ്ടും മത്സരിക്കണം. അസംബ്ലിയിൽ മത്സരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും കോർപ്പറേഷൻ മത്സരിക്കണം എന്നുള്ള ഒരു ചർച്ച നടന്നു. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് അനുസരിക്കാന്നുള്ളതാണ്. ഈ പൂജപ്പുര മാറാൻ കാര്യം കൊടുങ്ങാനൂർ, അതായത് നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിന്റെ ബോർഡർ, വട്ടിയൂർക്കാവ് കഴിഞ്ഞ അടുത്ത് ഒരു ഗ്രാമീണ വാർഡാണ്. അവിടുത്തെ അനുഭവം എങ്ങനെയായിരുന്നു? വളരെ നല്ല അനുഭവം. എനിക്ക് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവിൽ 2011 മത്സരിച്ച സമയത്തിന് ഏറ്റവും ബന്ധമുള്ള സ്ഥലങ്ങളിലൊന്നാണ് കൊടുങ്ങാനൂർ. സിറ്റിംഗ് സീറ്റായിരുന്നു. ഇപ്പോൾ ഞാൻ അവിടെ പല വീടുകളിലും വോട്ട് ചോദിക്കാൻ ചെന്നപ്പോഴേക്കും അവിടുത്തെ ചില കുട്ടികൾ ട്രോഫി എടുത്ത് തന്നെ കാണിച്ചു, ചില ഷീൽഡൊക്കെ. 2010 അവർക്ക് SLCക്കൊക്കെ മാർക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ അന്ന് കൊണ്ട് കൊടുത്തതാണ്. 15 കൊല്ലം മുമ്പ് കാവി പച്ച റിബണൊക്കെ കെട്ടി ഞാൻ വീട്ടിൽ അന്ന് കുട്ടികൾ അന്ന് അവിടുത്തെ BJPയുടെ വാർഡ് കമ്മിറ്റി എന്നെ വിളിച്ചുകൊണ്ട്, ഞാൻ യുവമോർച്ച പ്രസിഡന്റ് ആയിരുന്നല്ലോ, കൊണ്ടു കൊടുത്തത്. ഈ കുട്ടികൾക്ക് അവർക്കിപ്പോൾ 25-28 വയസ്സായി, പലർക്കും ജോലി കിട്ടി, എല്ലാവരും വിവാഹം കഴിഞ്ഞു. അവരൊക്കെ ഇപ്പം അന്ന് ചേട്ടൻ വന്നിട്ട് ഞങ്ങൾക്ക് തന്ന ട്രോഫിയാണെന്ന് പറഞ്ഞ് ഇപ്പോഴും ഒരു പടം 2-3 വീടുകളിൽ പോയാൽ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഒരു 1000-1500 വീടുകളിൽ കൊടുങ്ങാനൂർ വാർഡിൽ പല ആവശ്യങ്ങൾക്കും 2010 മുതൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്.